ഓരോ സ്റ്റേജും ഓരോ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പരിപാടി എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. ലൈറ്റ് എനിക്ക് ഓഡിയൻസിലേക്ക് കുറച്ച് ലൈറ്റ് തരുമോ? ആ, മുൻകൂട്ടി നമുക്ക് ഒരിക്കലും ഓരോ പരിപാടി എങ്ങനെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര ഒരു സന്തോഷവും ഒരു പോസിറ്റിവിറ്റിയും ഫീൽ ചെയ്യുന്നൊരു സ്റ്റേജാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഈ അടുത്തിടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളിൽ വലിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഗുരുവായൂർ കളിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ ഐറ്റത്തിന് മുമ്പ് സംസാരിച്ചും കൂടി ഇല്ല. കാരണം ഐറ്റം തുടങ്ങുന്നതിന് മുമ്പ് സംസാരിക്കാനുള്ള ധൈര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷെ അവിടെയും എന്തോ ഒരു ഭയങ്കര ഒരു ശക്തി, ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഫീൽ ചെയ്തത് തൊടുപുഴയിൽ പ്രോഗ്രാം ചെയ്തപ്പോഴാണ്. ഭയങ്കര പോസിറ്റീവായിരുന്നു. ഓഡിയൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഇതായിരുന്നു. അതും രാത്രി 9:30 മണിക്കാണ് ആ പരിപാടി തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് പോലും പിന്നെ എനിക്ക് ഇപ്പൊ ഈ സീസൺ ഇപ്പോൾ ഈ അടുത്തിടയിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തോന്നിയൊരു സ്റ്റേജാണ് കേട്ടോ ഈ കക്കാട് മഹാഗണപതിയുടെ മുൻപിലെത്തിയപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പരിപാടിയും നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിക്കാൻ ഒന്നും മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ പൈസ വാങ്ങിയിട്ടാണ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും ഒരു പ്രോഗ്രാം ചെയ്യാൻ ഒരു സ്റ്റേജിലേക്ക്, ഒരു വേദിയിലേക്ക് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഓഡിയൻസിൻ്റെ സപ്പോർട്ട്, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കഥ എക്സ്പ്ലെയിൻ ചെയ്യും, അല്ലെങ്കിൽ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ പറയും. ആ പറയുമ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന ഒരു, അത് കേൾക്കാൻ കാണിക്കുന്ന ഒരു മനസ്സും നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു എക്സ്പ്രഷനുമാണ് അടുത്ത ലൈറ്റ് കളിക്കാനായിട്ട് എനിക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വാദ്യങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ ടീച്ചർ, നൃത്ത അധ്യാപികയെ ഞാൻ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇന്ന് നൃത്തം അറിയാവുന്നവരൊക്കെ ഉണ്ടോ? അപ്പോൾ പറഞ്ഞു ഉണ്ട്, എനിക്ക് തന്നെ പരിചയമുള്ള നൃത്ത അധ്യാപകരെ വന്നിട്ടുണ്ടെന്ന്. ഞാൻ അറിഞ്ഞില്ല അത്തരത്തിലുള്ളൊരു ഓഡിയൻസ് ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ വരണം. കച്ചേരി പോലെ തന്നെ കളിച്ചേനെ, കച്ചേരി സമ്പ്രദായത്തിൽ കളിച്ചേനെ. ഇത് നന്നാവുകയാണെച്ചാൽ ഇനി ഒരു തവണ വന്നൊരു കച്ചേരി വിത്ത് ഓർക്കസ്ട്ര, ഒരു സോളോ കച്ചേരി നിങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം നല്ല ഓഡിയൻസ്, നൃത്തം അറിയുന്നവര്, നൃത്തം ഇഷ്ടപ്പെടുന്നവര്, അവരൊക്കെ ഉള്ള അവരുടെ മുന്നിൽ പെർഫോം ചെയ്യാന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ശിവാജി ചേട്ടൻ, ഇവിടെ ശിവാജി ചേട്ടൻ വന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ ഫോർ കമ്മിങ്. സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു വലിയ സ്റ്റേജ് ആർട്ടിസ്റ്റും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലും ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഇനം മഹാഗണപതി ആയതുകൊണ്ട് തന്നെ ഗണേശ പുഷ്പാഞ്ജലിയാണ് ആദ്യം. അതിനുശേഷം ഈ ഗണേശ പുഷ്പാഞ്ജലിക്ക് ശേഷം ടീം മാതങ്കി, എൻ്റെ കൂടെയുള്ള ടീം അവതരിപ്പിക്കുന്ന ഒരു മല്ലരിയായിരിക്കും. ഈ മല്ലരി പറയുമ്പോൾ പണ്ട് കാഞ്ചൂരിലൊക്കെ വളരെ നമ്മുടെ ഭരതനാട്യ റിപ്പർട്ടോയർ സിസ്റ്റത്തിലേക്ക് വളരെ റീസെൻ്റ്ലി വന്നിട്ടുള്ളൊരു ഐറ്റമാണ് മല്ലരി. അപ്പോൾ ഈ മല്ലരി എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രൊസഷനായിട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ, തേരിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ തവിലിലും നാദസ്വരത്തിലും വായിച്ചിരുന്ന സംഗീതമാണ് മല്ലരി. ത ധി തോം നം എന്നീ അക്ഷരങ്ങളാണ് അതിൽ അധികം ഉപയോഗിക്കുക. അപ്പോൾ ഭഗവാന്റെ ആംഗ്ലറ്റ്സ്, ചിരങ്ങിയിൽ നിന്നും ഉതിർന്ന ആ മണികളിൽ നിന്നുണ്ടായ നാദമാണ് ഈ മല്ലരിക്ക് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഐറ്റമാണ്. എന്താ ശ്രദ്ധിക്കണം കേട്ടോ, ഒക്കെ ഓക്കെ. ആ ബഹളം ഉണ്ടാക്കല്ലേ, അങ്ങനത്തെ പരിപാടിയല്ലേ ആ, കരമേലൊന്നല്ല, ഒരു പാവം പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഗണേശ മല്ലരിയാണ് ആദ്യത്തെ ഐറ്റം. ഇറ്റ്സ് ബീൻ കൊറിയോഗ്രാഫ്ഡ് ബൈ മൈ ഗുരു ശ്രീമതി പ്രിയദർശിനി ഗോകുൽ. ആദ്യത്തെ അടുത്തതാണ് ഐറ്റം. അമൃതവർഷിണിയാണ് രാഗം. പ്ലീസ് വാച്ച്. താങ്ക് യു.